ഇന്ത്യൻ സിനിമ മുഴുവൻ മോളിവുഡിലേക്ക് ഉറ്റുനോക്കുന്ന ചിത്രമാണ് ദൃശ്യം 3. ഇൻഡസ്ട്രി ഹിറ്റായ ആദ്യ ഭാഗവും പാൻ ഇന്ത്യൻ തലത്തിൽ ശ്രദ്ധ നേടിയ രണ്ടാം ഭാഗവും ശേഷം ജോർജ് കുട്ടിയും കുടുംബം വീണ്ടും എത്തുമ്പോൾ പ്രതീക്ഷകൾ ഏറെയാണ്. ചിത്രത്തിന്റെ ടീസർ കഴിഞ്ഞ ദിവസം അണിയറക്കാർ പ്രവർത്തകർ പുറത്തു വന്നിരുന്നു. ആദ്യ രണ്ട് ഭാഗത്തിലെയും ചില സീനുകൾക്കൊപ്പം മൂന്നാം ഭാഗത്തിലെ ചില രംഗങ്ങളും ചേർത്തുകൊണ്ടുള്ള ട്രെയിലർ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ ജിത്തു ജോസഫിന്റെ മേക്കിംഗ് ഇത്തവണയും വിമർശനം നേരിടുന്നു. ജോർജ് കുടി ഇത്തവണയും പിടിക്കപ്പെടുമോ എന്ന് തന്നെയാണ് ദൃശ്യം 3യിൽ പലരും ഉറ്റുനോക്കുന്നത്. ടീസറിലെ പലരുടെയും ശ്രദ്ധ തിരിക്കുന്നത് മോഹൻലാലിന്റെ ഒരു ഷോട്ടിലാണ്. ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്ന ജോർജ് കുട്ടി ഒരു ഷോട്ട് പ്രത്യേകം ശ്രദ്ധ നേടി. ദൃശ്യത്തിലെ കഴിഞ്ഞ രണ്ട് ഭാഗങ്ങളിലും ജോർജ് കുട്ടി ഇതുപോലെ നോക്കുന്നുണ്ടെന്ന് ആരാധകർ കണ്ടുപിടിച്ചു. എന്നാൽ മൂന്നാം നോട്ടത്തിലും വ്യത്യസ്തമായ അർത്ഥമാണ് ഉള്ളതെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നു. ആദ്യ ഭാഗത്തിലെ ജനലിലൂടെ നോക്കുന്ന ജോർജ് കുട്ടിയുടെ കണ്ണിൽ ഭയമാണ് കാണിക്കുന്നതെന്ന് പോസ്റ്റിൽ പറയുന്നു. രണ്ടാം ഭാഗത്തിൽ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും പേടിയും സങ്കടവും കണ്ണിൽ കാണാനാകുക. എന്നാൽ മൂന്നാം ഭാഗത്തിലേക്ക് എത്തി നോക്കുമ്പോൾ ഏതറ്റം പോയാലും തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന ദൃഢനിശ്ചയത്തോടെ ജോർജ് കുട്ടി കാണിക്കാവുന്നതും സ്റ്റെഫി ജോൺ എന്ന ഐഡി പങ്കുവെച്ച പോസ്റ്റിൽ പറയുന്നു. ഒരു സിനിമാ ഫ്രാഞ്ചൈസിയിലെ കഥാപാത്രത്തിൻ്റെ വളർച്ചയ്ക്ക് ജോർജ് കുട്ടിയെപ്പോലൊരു ഒരു ഉദാഹരണമില്ലെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നു. കഥയുടെ ഓരോ ഘട്ടത്തിലും ആ കഥാപാത്രം ഉൾക്കൊള്ളുന്ന തീരുമാനങ്ങളും അയാളുടെ ആത്മസംഘർഷങ്ങളെയും ഇത്ര കൃത്യമായി കൺവേ ചെയ്യാൻ മോഹൻലാലിനല്ലാതെ മറ്റാർക്കും സാധിക്കില്ലെന്നും എല്ലാവരും പറയുന്നു. സീരിയൽ ലെവലുള്ള ജിത്തി ജോസഫിൻ്റെ മേക്കിങ്ങിനെ ഒരു പരിധിവരെ മറച്ചുവെക്കാനാണ് മോഹൻലാലിൻ്റെ ഗംഭീര പ്രകടനമെന്നും ചിലരുടെ കമൻറ്റുകളുണ്ട്. മെയ് 21-നാണ് ചിത്രത്തിൻ്റെ റിലീസ്. നിലവിൽ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ വാഴ 2-നെ മറികടന്ന് ഇൻഡസ്ട്രിയിൽ ഹിറ്റാകാനുള്ള പൊട്ടൻഷ്യൽ ദൃശ്യം 3 ക്കുണ്ടെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ.